കൊല്ലം പൂരത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആശ്രാമ മൈതാനത്തിലാണ് തിങ്കളാഴ്ച കൊല്ലം പൂരം അരങ്ങേറുന്നത്. കൊല്ലം പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 15 രാവിലെ 7 മണി മുതൽ 13 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ പൂരത്തിന് തുടക്കമാകും. വൈകിട്ട് ആശ്രാമം മൈതാനിയിൽ നടക്കുന്ന കുടമാറ്റത്തിൽ പുതിയകാവ് ക്ഷേത്രവും താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രവുമാണ് പങ്കെടുക്കുന്നത്. ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവാണ് പൂരത്തിന് ഭഗവാന്റെ തിടമ്പേറ്റുന്നത്. ചെറുപൂരങ്ങൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം ആനനീരാട്ടും ഉച്ചയോടെ ആനയൂട്ടും നടക്കും. വൈകിട്ട് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുന്നിൽ കുടമാറ്റം നടത്തിയതിനു ശേഷം ആനകൾ ആശ്രാമം മൈതാനിയിലെത്തും. കുടമാറ്റത്തിൽ ഇരുവിഭാഗത്തു നിന്നുമായി 11 ആനകൾ വീതം അണിനിരക്കും. പുത്തൻകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെ തിടമ്പേറ്റും. ചിറക്കര ശ്രീരാമാണ് താമരക്കുളം ഗണപതിയുടെ തിടമ്പേറ്റുന്നത്. പൂരത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. 1991 ആരംഭിച്ച കൊല്ലം പൂരം ഇന്ന് 33 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 34ാമത്തെ പൂരമാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത്. ഇത്തവണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ചൂട് കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പൂരം ആഘോഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുപാട് നിയന്ത്രണങ്ങളും അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടുന്നുണ്ട്. നാട്ടാന പരിപാലന ചട്ടം വളരെ കർശനമായി പാലിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ഫോറസ്റ്റും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മുമ്പ് 11-നും 4-നും ഇടയ്ക്ക് ആനകളെ എഴുന്നള്ളിക്കരുത് എന്നായിരുന്നു നാട്ടാന പരിപാലന ചട്ടമെങ്കിൽ ഇത്തവണ 10 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് എഴുന്നള്ളിക്കാൻ പാടില്ലെന്നും അതുപോലെ തന്നെ അത്തരം എന്തെങ്കിലും ആനകൾ അതിനിടയ്ക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻ പാലിക്കാതെ വന്നാൽ അതിനെ പൂരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നൊക്കെയാണ് തന്നിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം കുറേയൊക്കെ നമ്മൾ പാലിക്കാൻ ഇത്തവണ. കുടമാറ്റത്തിനുള്ള വ്യത്യസ്തതയും ആകർഷകവുമായ കുടകൾ തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇരു ക്ഷേത്രങ്ങളും. പൂരത്തിന് ആവേശം വർദ്ധിക്കുമ്പോഴും പൂരത്തിനായി ആനകളെ ആവശ്യത്തിന് ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. മന്ത്രി KN ബാലഗോപാൽ പൂരം ഉദ്ഘാടനം ചെയ്യും. വ്യവസായിയായ രവിപിള്ള ഭദ്രദീപം തെളിയിക്കും. 1991 ആരംഭിച്ച കൊല്ലം പൂരം കോവിഡ് സമയത്തെ 2 വർഷം മുടങ്ങിയെങ്കിലും പ്രേമികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂരം ആഘോഷിക്കാൻ പതിനായിരങ്ങളാണ് ഓരോ വർഷവും ആശ്രാമ മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.